മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യം ഒരു CSI വിശ്വാസിയോട് ചോദിച്ചാൽ നമ്മളിൽ പലരും ഒന്ന് പരിങ്ങും. കാരണം ഇതിൻ്റെ ഉത്തരം നമുക്കറിയില്ല. എന്നാൽ ഇതിൻ്റെ ഉത്തരം ഇതാണ്: ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. എന്നൊന്നുകൂടെ പറയാം, ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. ഇനി നമ്മുടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യവുമായിട്ട് കടന്നു വരുന്ന എല്ലാവരോടും സധൈര്യം നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണ് എന്ന്. സത്യത്തിൽ ഈ ചോദ്യം ആധുനിക ലോകത്തിൽ മാത്രം മുഴങ്ങുന്ന ഒരു ചോദ്യമല്ല. ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം. ആ ചരിത്രത്തിലേക്കാണ് ഇന്നത്തെ ധ്യാന ചിന്ത വിരൽ ചൂണ്ടുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ കഴിഞ്ഞ ഞായറാഴ്ച ഉയർത്ത ക്രിസ്തു പലർക്കും പ്രത്യക്ഷനായി, പലരോടും സംസാരിച്ചു. ഇത് നാട്ടിൽ വലിയ വാർത്തയായി. നാട് മുഴുവനും വാർത്ത പരന്നപ്പോൾ ഇത് തോമസും അറിഞ്ഞു. തോമസ് ഒഴികെയുള്ള മറ്റേ ശിഷ്യന്മാർ ഈ വാർത്ത തോമസിനോട് അറിയിച്ചപ്പോൾ തോമസ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. ഞാൻ യേശുവിൻ്റെ കൈകളിൽ ആണിപ്പഴുത കാണുകയും ആ ആണിപ്പഴുതിലേക്ക് എൻ്റെ വിരലൊന്ന് ഇടുകയും ആ കുന്തം കൊണ്ട് കുത്തിയ ആ വലിയ മുറിവിനകത്തേക്ക് എൻ്റെ കൈയിടുകയും ചെയ്തിട്ടില്ലാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് തോമസ് വളരെ വ്യക്തമായിട്ട് ആ ശിഷ്യന്മാരോട് അറിയിച്ചു. ആരാണ് ഈ തോമസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചരിത്രം പറയുന്നത് AD 52 സുവിശേഷ ദൗത്യവുമായി ഭാരതത്തിലേക്ക് കടന്നു വന്ന സെന്റ് തോമസ് എന്ന മിഷണറി വര്യനാണ്, അല്ലെങ്കിൽ അപ്പോസ്തലനാണ് ഈ തോമസ്. ഈ തോമസ് ഇന്ന് പകൽക്കാലം നമ്മോട് പങ്കുവയ്ക്കുന്ന ചില ധ്യാന ചിന്തകൾ ഓടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഉയർപ്പിന് ശേഷമുള്ള 8-ാം നാൾ. യോഹന്നാൻ 20:26 പറയുന്നു, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതായത് ഉയർപ്പിന് ശേഷം 8 ദിവസം കഴിഞ്ഞിട്ട് ഭയം കൊണ്ട് വാതിൽ അടച്ചിരിക്കുന്ന, വീട്ടിനകത്ത് മാത്രം കഴിഞ്ഞുകൂടുന്ന ആ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു കടന്നു വരുന്നു. മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും ഇറങ്ങാതെ, പരസ്യമായി യാത്ര ചെയ്യാതെ ഭവനത്തിനകത്ത് അടച്ചിരിക്കുന്ന ആ വ്യക്തികൾക്കിടയിലേക്ക് യേശു സമാധാനവുമായിട്ട് കടന്നു വരുന്ന സന്ദേശമാണ് ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. ഉയർത്ത ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയർത്ത ക്രിസ്തു തടസ്സങ്ങളെ ഭേദിച്ച് എവിടെയും യാത്ര ചെയ്യുവാൻ കഴിയും. ഉയർത്ത ക്രിസ്തുവിന് തടസ്സങ്ങളെ ഭേദിച്ച് എവിടെയും യാത്ര ചെയ്യുവാൻ കഴിയും. രാത്രിയിൽ നിങ്ങളുടെ 2 നിലയുള്ള ആ കോൺക്രീറ്റ് വീട് തേക്കിന്റെ വാതിലിൽ ബ്രിട്ടീഷ് ലോക്കിട്ട പൂട്ടിയാലും ബെഡ്റൂമിനകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ ഉയർത്ത ക്രിസ്തുവിന് കഴിയുമെന്ന വേദഭാഗം വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ വിദൂരതയിലിരിക്കുന്ന നിങ്ങളുടെ മകനു വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ ഇങ്ങ് ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരയും കടലും കടന്ന് ആ മനുഷ്യ
പോയി അവർക്ക് സഹായം ചെയ്യുവാൻ ഉയർത്ത ക്രിസ്തുവിന് കഴിയുമെന്ന വേദഭാഗം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഉയർത്ത ക്രിസ്തുവിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഉയർത്ത ക്രിസ്തുവിന്റെ അടുത്ത പ്രത്യേകത എന്നത് എല്ലാവർക്കും സമാധാനം നൽകുന്നു എന്നതാണ്. നമുക്കറിയാം, നമുക്ക് രോഗം വരുമ്പോൾ നമ്മുടെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെയും സമാധാനം നഷ്ടമാകും. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സമാധാനം നഷ്ടമാകും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ മാത്രമല്ല കുടുംബാംഗങ്ങളുടെയും സമാധാനം നഷ്ടമാകും. എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം എന്നത് രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ്. കടഭാരത്തിലായിരിക്കുന്ന, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് കടന്നുപോയി അവരുടെ വരുമാനങ്ങളെ വർദ്ധിപ്പിച്ച് ആ കടഭാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സമാധാനമാണ് ക്രിസ്തു നൽകുന്നത്. ക്രിസ്തു നൽകുന്നത് പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. ക്രിസ്തു നൽകുന്ന സമാധാനം മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള രക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഉയർത്ത ക്രിസ്തു അടഞ്ഞ വാതിലിനകത്ത് നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം എന്നൊരു ആഹ്വാനം മറ്റു ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് തോമസിന്റെ നേരെ ക്രിസ്തു തിരിഞ്ഞിട്ട് ഇപ്രകാരം പറയുകയാണ്, അല്ലയോ തോമസേ, നിനക്ക് എന്നെ വലിയ സംശയമായിരുന്നു, എന്റെ കഴിവുകളിൽ വലിയ സംശയമായിരുന്നു, ഞാൻ നിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുമോ എന്ന നിനക്ക് സംശയമായിരുന്നു. നീ വീട്ടിനകത്ത് അടഞ്ഞിരിക്കുമ്പോൾ, നീ വീട്ടിനകത്ത് മാത്രമായിരിക്കുമ്പോൾ നിന്റെ അരികിലേക്ക് എനിക്ക് കടന്നു വരുവാൻ കഴിയുമോ എന്ന വലിയ സംശയം നിനക്കുണ്ടായിരുന്നു. ആ സംശയം ഒന്ന് ദൂരീകരിക്കുവാൻ, ആ സംശയത്തെ ഒന്നില്ലായ്മ ചെയ്യുവാൻ നീ എന്റെ അരികിലേക്ക് വാ എന്ന തോമസിനെ ഏറ്റവും അടുത്തേക്ക് ക്രിസ്തു വിളിക്കുകയാണ്. വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ്, അല്ലയോ തോമസ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ആ കൈ നീട്ടി എന്റെ ആണിപ്പഴുതുകളൊന്ന് പരിശോധിക്ക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറം ഒന്ന് പരിശോധിച്ചിട്ട് ഞാനാണ് ക്രിസ്തു എന്ന് നീ വിശ്വസിക്കുക എന്ന വലിയ ഒരു സന്ദേശം ക്രിസ്തു ഇന്ന് നൽകുന്നതായിട്ട് സുവിശേഷ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് നമ്മോട് സംവദിക്കുന്ന സന്ദേശം ഇതാണ്: ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയണമെങ്കിൽ അവിശ്വാസിയാകാതെ നാം വിശ്വാസി ആയി മാറണം. ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയണമെങ്കിൽ നാം അവിശ്വാസിയാകാതെ വിശ്വാസിയായി മാറണം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അടഞ്ഞു കിടക്കുന്ന പള്ളികളിൽ മുടക്കിയ കോടികൾ നഷ്ടമായി. പള്ളികൾ അടഞ്ഞിരിക്കുമ്പോൾ ദൈവത്തെ കൊണ്ട് എന്താണ് പ്രയോജനം? കൂട്ടായ്മകൾ നടക്കാതിരിക്കുമ്പോൾ ഈ ദൈവത്തിന് ശക്തിയില്ലേ എന്നുള്ള ചിന്തകൾ. എന്നാൽ ഇവിടെ ഇതാ വേദഭാഗം പറയുന്നു, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ കർത്താവായി വരണമെങ്കിൽ, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ രക്ഷിതാവായി വരണമെങ്കിൽ നീ അവിശ്വാസിയാകുവാൻ പാടില്ല, വിശ്വാസിയായി മാറണം. ഇറ്റലിയിലുള്ള ഒരു ഡോക്ടർ COVID-19 ബാധിച്ച രോഗികളെ പരിചയിച്ച് അവസാനം കൊറോണ വൈറസിന് അടിമയായി രോഗിയായി മാറുകയാണ്. അവർ BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇപ്രകാരം പറഞ്ഞു: ജീവിതം കൈവിട്ടു പോകുമോ എന്ന് തോന്നിയ നിമിഷങ്ങളിൽ, മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളിൽ 91-ാം സങ്കീർത്തനം മുട്ടിന്മേൽ നിന്നുകൊണ്ട് പല ഉരുവിട്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വന്നു. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കും ആ വിശ്വാസ പാത പിന്തുടരുന്നത് ജീവിതയാത്രയ്ക്ക് എന്തുകൊണ്ടും നന്മയായി പഠിക്കും. അതുകൊണ്ട് തന്നെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. യോഹന്നാൻ 20:27 പറയുന്നു, പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കാം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്നതാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്നാണ്. പ്രിയമുള്ളവരെ,
ഭവനങ്ങളിലായിരിക്കും നമുക്ക് നല്ല വിശ്വാസികളായി മാറുവാൻ ഈ ദിവസങ്ങളിൽ കഴിയണം. ഭവനങ്ങളിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ദൈവമഹത്വം ദർശിക്കണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ഇന്ന് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയണമെങ്കിൽ ഈ ക്രിസ്തുവിനെ നാം അടുത്ത് പരിചയപ്പെടണം. ഈ ക്രിസ്തുവിനെ നമ്മൾ അടുത്ത് പരിചയപ്പെടണം. പഴയ നിയമ പുസ്തകം, പുറപ്പാട് പുസ്തകം നാം വായിക്കുവാൻ ശ്രമിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരുന്ന, കൊട്ടാരത്തിലെ സർവ്വവിധ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ അന്തിയുറങ്ങിയിരുന്ന മോശയെ ദൈവം ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചിറക്കി തന്റെ അമ്മായിയപ്പന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയിട്ട് സുഖകരമായ താമസമോ സുഭിക്ഷമായ ഭക്ഷണമോ ഒന്നും ദൈവം നൽകിയില്ല. ഒരു സാധാരണക്കാരനെ പോലെ, ഒരു ഭിക്ഷക്കാരനെ പോലെ അവിടെയിട്ട് ഈ മോശയെ പരിശീലിപ്പിക്കുകയാണ്. മോശയുടെ ജീവിതം നാം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിന്റെ വിമോചകനായി മോശ മാറുവാൻ കാരണമായി മാറിയത് അങ്ങ് ദൂരെ തന്റെ അമ്മായിയപ്പന്റെ ഭവനത്തിൽ കൊണ്ടുപോയി ദൈവം പരിശീലിപ്പിച്ച ആ പരിശീലനമായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: ദൈവത്തെ ശരിക്കും പരിചയപ്പെടുമ്പോഴാണ്, ദൈവത്തെ അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് ദൈവമഹത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ഈ ലോക്ക്ഡൗൺ നാളുകളിൽ അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഭവനങ്ങളിൽ വെറുതെ ഉറങ്ങിയും TV കണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട സമയം കൊള്ളുന്ന നമുക്ക് വേദപുസ്തകം വായിക്കുവാൻ വേണ്ടി ചില നിമിഷങ്ങൾ മാറ്റിവെക്കാം. ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ചില നിമിഷങ്ങൾ മാറ്റിവെക്കാം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചില നിമിഷങ്ങൾ മാറ്റിവെക്കാം. അങ്ങനെ ദൈവവുമായിട്ട് അടുത്ത ഇടപഴകുവാൻ, ദൈവവുമായിട്ട് അടുത്ത ബന്ധപ്പെടുവാൻ നാം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്നുവരെ ലഭ്യമാകാത്ത സമൃദ്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്നുവരെ നമുക്ക് പ്രാപ്യമാക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറയണമെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1, നിങ്ങൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കണം. നിങ്ങൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വാസം എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഒരു പരസ്യവാചകമുണ്ട്: വിശ്വാസം അതല്ലേ എല്ലാം. അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവായ, എന്റെ രക്ഷിതാവായ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് നന്മയുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയുവാൻ വിശ്വാസികൾ തയ്യാറാകണം. 2, ക്രിസ്തുവിനെ അടുത്ത് പരിചയപ്പെടണം. ഒരുപക്ഷെ ദൂരെ നിന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വ്യക്തിത്വ പ്രഭാവം എന്താണെന്നോ ആ മനുഷ്യന്റെ സവിശേഷതകൾ എന്താണെന്നോ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയില്ല. ഏറ്റവും അടുത്തു വന്ന് പരിചയപ്പെടുമ്പോഴാണ്, ഏറ്റവും അടുത്തു വന്ന് പരിചയിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ സവിശേഷതകളും വ്യക്തിപ്രഭാവവും നമുക്ക് ഏറ്റവും അധികം ദൃശ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് പരിചയപ്പെടുവാൻ, ക്രിസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. 3, ഈ ദിവസങ്ങളിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒരു അനുഭവമായി മാറണം. ഒരുപക്ഷെ ദൈവം സംസാരിച്ചിട്ടുണ്ടെന്നോ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം മാത്രം കേട്ട് പരിചയിച്ചവരാണ് നാം. ഇനി നമുക്ക് ആ ഒരു പരിചയവുമായിട്ട് മുന്നോട്ട് പോകണ്ട. ക്രിസ്തു നമുക്കും ഒരു അനുഭവമായി മാറണം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും ദൈവമുമ്പാകെ തുറന്നു വെച്ച് ക്രിസ്തുവിനെ അനുഭവമായിട്ട് നമുക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം. 4, ക്രിസ്തു നമ്മുടെ സഹയാത്രികനായി മാറണം. ഒരു കൂട്ടുകാരനെ പോലെ എന്റെ പ്രയാസങ്ങളും എന്റെ വേദനകളും പങ്കുവെക്കുവാൻ കഴിയുന്ന, ഒരു സ്നേഹിതനെ പോലെ എന്റെ ജീവിതത്തിന്റെ സർവ്വവിശേഷങ്ങളും പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു സഹയാത്രികനായി ക്രിസ്തുവിനെ കൂടെ കൂട്ടുമ്പോഴാണ് ക്രിസ്തു നമുക്ക് ഒരു അനുഗ്രഹമായി മാറുന്നത്. 5, ക്രിസ്തുവിനെ എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ ക്ഷണിക്കണം.
കാറ്റും കടലും കൊണ്ട് ആ പടക് മറിയാറായപ്പോൾ ആ പടകിന്റെ അമരത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് ക്ഷണമില്ലെന്നത് കൊണ്ട് ആ ആടിയുലയുന്ന വള്ളത്തിനകത്ത് ക്രിസ്തു ശാന്തമായിട്ട് ഉറങ്ങുകയായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരെ, അവസാനം പത്രോസിന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ യേശുവിനെ തട്ടിയുണർത്തി. യേശുവിനെ ആ പ്രശ്നങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. യേശുവിനെ പ്രശ്നത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ യേശു ആ പ്രശ്നത്തെ ശാന്തമാക്കി കൊടുക്കുകയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ, വേദനകളുണ്ട് എങ്കിൽ, നിരാശകളുണ്ട് എങ്കിൽ, മാനസിക സംഘർഷങ്ങളുണ്ട് എങ്കിൽ, ആ സംഘർഷങ്ങളിലേക്ക്, ആ പ്രശ്നങ്ങളിലേക്ക്, ആ പ്രതിസന്ധികളിലേക്ക് ക്രിസ്തുവിനെ ഒന്ന് ക്ഷണിച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ അറിയാത്ത വഴികൾ ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. നമുക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പല വഴികളും ക്രിസ്തുവിന്റെ കയ്യിലുണ്ട്. ക്രിസ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം എത്ര ലാഘവത്തോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ കഴിയും. ക്രിസ്തു എന്റെ കൂടെയുണ്ട് എങ്കിൽ അല്പദൂരം സഞ്ചരിച്ചിട്ട് തിരിച്ചു നോക്കുമ്പോൾ എന്ത് നിസ്സാരമായിട്ടാണ് ആ പ്രശ്നത്തെ ഞാൻ അഭിമുഖീകരിച്ച് കടന്നുപോയത് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. ആയതുകൊണ്ട് തന്നെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരു സമൂഹമായി, ഒരു വിശ്വാസ സമൂഹമായി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.